സമത്വ അത് ശരിയല്ല എന്ന് പറഞ്ഞതാ. അതുപോലെ തന്നെ നമ്മളെ വിഘടിത ഗ്രൂപ്പ് ആ സമത്വ പറഞ്ഞാൽ പോയേ അവരെ ഇതൊക്കെ ഇങ്ങനെ എന്നും പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ പാടെ കഴിഞ്ഞൊരു സമാധാനത്തെപ്പടി നമ്മളിങ്ങനെ പോവുകയും അപ്പോഴാ വേറെ പ്രശ്നം നമ്മളെ മുമ്പിൽ. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കൂടുതൽ കടക്കേണ്ട ആവശ്യവുമില്ല. അതിനെപ്പറ്റിയൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനം, ഏറെ ഇഷ്ടപ്പെട്ട സംവിധാനം. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നതിനാൽ സമത്വയുടെ ഒരു സംവിധാനം ആ നിലക്കാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അത് കാണാൻ കഴിയുള്ളൂ. കാരണം വളാഞ്ചേരി മർക്കസിന്റെ സംസ്ഥാപനം നിങ്ങൾക്കറിയാലോ. വളാഞ്ചേരി മർക്കസിന്റെ സംസ്ഥാപനം ബഹുമാനത്തിന്റെ തുടക്കം എങ്ങനെയാണ്? അവിടെ ഗൾഫിൽ അതിനുവേണ്ടി യോഗം ചേരുമ്പോൾ അതിന് അധ്യക്ഷം വഹിച്ച് ബഹുമാനപ്പെട്ട KT മാനം സുരിയലായിരുന്നു. KT മാനം സുരിയയുടെ അധ്യക്ഷതയിൽ ഗൾഫിൽ ചേർന്ന യോഗത്തിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം തീരുമാനമാകുന്നത്. 10-11 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വെറും അറബി കോളേജിൽ മാത്രമല്ല, വേറെയും സമയങ്ങൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ സംവിധാനം അതിന് തീരുമാനമാകുന്നത് ബഹുമാനപ്പെട്ട KT മാനം സുരിയയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ്.